അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ഇത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറുമായി ഓടി വരുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളെ വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ നമ്മളെ ഞായറാഴ്ച ബുക്ക് വിതരണമാണ്, അതിൻ്റെ പിരിവായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഈ നാട്ടുകാരോ പറഞ്ഞു കേട്ടാണ് അവരിവിടെ എത്തിപ്പറ്റിയത്. സഖാക്കളായ വിനീഷ്, LJ വിഷ്ണു, രഞ്ജിത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. കയറുമായിട്ട് പെട്ടെന്ന് വന്നു, വെള്ളത്തിലിറങ്ങി അവരെ പിടിച്ചു കയറ്റാൻ സഹായിച്ചു. 5 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 4 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. മിലിറ്ററി ഉദ്യോഗസ്ഥരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 പേരിൽ 3 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരാളെ വെള്ളത്തിൽ ഒഴുക്കിനിടയിൽ കാണാൻ പറ്റിയില്ല. കയറൊക്കെ ഇട്ട് പറ്റും. അതിനുശേഷം ഫയർഫോഴ്സ്, ക്യൂബ ടീം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇറങ്ങി കയറിട്ട് കെട്ടിയാണ് കയറ്റിയത്. അപ്പോൾ നമ്മളിവിടെ ഈ പരിസരത്ത് തന്നെ നമുക്ക് നിരന്തരം ഇവിടെ ഈ പല സ്ഥലത്തുള്ള ആൾക്കാർ വരുന്നത് കാരണം നിരന്തരം ഇവിടെ ബോർഡുകൾ വരെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാതെ ഇവിടെ വരുന്ന ഒരുപാട് ലേഡീസും പിന്നെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ പറയാനുള്ള ഒഴുക്ക് വെള്ളമാണ്. ദയവായി ഈ കാവടിക്കടവ് ഭാഗത്ത് വന്നിറങ്ങരുത്. നാട്ടുകാർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ടാകുന്ന, ഓരോ ദിവസവും വിഷമമുണ്ടാകുന്ന സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറയാം. എൻ്റെ പേര് രതീഷ് എന്നാണ്. ബിനീഷ്, രഞ്ജിത്ത്, ഫൈസൽ ഇവരെല്ലാവരും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. ഈ കുണ്ടമൻകടവ് പാലത്തിന് സമീപമുള്ള കാവടിക്കടവ്, കുളിക്കടവ് ഒരു അപകടപരമായിട്ടുള്ള ഒരിടമാണ്. ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നത് അപകടമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പരസ്യ ബോർഡുകൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾ, അത് ചെറുപ്പക്കാരടക്കമുള്ളവർ, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയായതുകൊണ്ട് ഈ അപകടം വരും എന്നുള്ളത് വകവയ്ക്കാതെ ഇവിടെ ഇറങ്ങുന്നതാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കാനുള്ള കാരണം. ഒരു ചെറിയ കാലയളവിനിടയിൽ 21 പേരാണ് ഇവിടെ മുങ്ങി മരിച്ചത്. ഇന്ന് മരിക്കാനിടയായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ആരോഗ്യമുള്ള കായിക ക്ഷമതയുള്ളവരാണ്. എന്നിട്ട് പോലും അവരുടെ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കാതെ പോയത് അപകടകരമായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾ കഴിവതും അത് കണ്ട് മടങ്ങണം എന്നുള്ളതാണ്. ഈ വെള്ളത്തിലിറങ്ങാതെ, ഈ നമ്മുടെ ഈ ആറ്റിലോട്ട് ഇറങ്ങാതെ കണ്ട് മടങ്ങുന്നതിന് വേണ്ടി മാത്രമേ നിങ്ങളുടെ സമയം വിനിയോഗിക്കാവൂ എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. പ്രത്യേകിച്ചും ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു കാരണം ഈ മഴ സമയമാണ് ഏറ്റവും ഭീകരമായി തോന്നുന്നത്. മഴയില്ലാത്ത സമയങ്ങളിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവർക്കൊന്ന് നടന്നിറങ്ങാനൊക്കെ ഒരു താല്പര്യം തോന്നും. പക്ഷേ അപകടകരമായിട്ടുള്ള മരണ കുഴികൾ പതിയിരിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, പ്രിയപ്പെട്ട വിനോദസഞ്ചാരികൾ ആരെങ്കിലും എത്തിയാൽ ഇവിടുത്തെ നയനമനോഹരമായ കാഴ്ചകൾ കണ്ട് മടങ്ങുക മാത്രമേ ചെയ്യാവൂ. ആരും വെള്ളത്തിലോട്ട് ഇറങ്ങി അപകടം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന.